എല്ലാം കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ SCERT, അതായത് 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 9ാം ക്ലാസ്സും പുതിയ SCERT ഇറങ്ങിയ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ പുതിയ SCERT ഇന്ന് കഴിഞ്ഞ പ്രിലിംസിനടക്കം ക്വസ്റ്റ്യൻസ് വന്നതും നമ്മൾ കണ്ടതാണ്. അതായത് SCERT ചാപ്റ്റേഴ്സ് ഓൾഡ് SCERT നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെ പുതിയ SCERTയും കംപ്ലീറ്റ്ലി അറിഞ്ഞ് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു സൂചന ഓൾറെഡി പ്രിലിംസ് എക്സാമിന് നമുക്ക് കണ്ടു കഴിഞ്ഞു. അപ്പോൾ പുതിയ SCERTയുടെ ഓരോ ടോപ്പിക്സ് മീൻസ് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അത് പുതിയ SCERT മാത്രമല്ല പഴയ SCERT അടക്കം ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഏതൊക്കെ ക്ലാസ്സിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് എന്നറിയുന്ന PDF. പലർക്കും ഇതറിയില്ല. SCERT ചാപ്റ്റേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചു തീർക്കലല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് എന്ന കാര്യം നമ്മൾ ഉൾപ്പെടുത്തിയൊരു PDF നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ നിങ്ങൾ കട്ട് ഓഫ് പ്ലസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാം ചാനൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ 5ാം ക്ലാസ് 7ാം ക്ലാസ് 9ാം ക്ലാസ് ന്യൂ SCERT ഇറങ്ങിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓൾഡ് SCERT 5 മുതൽ 10 വരെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ 2 SCERTയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ന്യൂ SCERT അധികം ആർക്കും ശീലമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് അത് പഠിച്ചു പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, ആദ്യം നമ്മൾ 9ാം ക്ലാസ് 7ാം ക്ലാസ് 5ാം ക്ലാസ് ആ ഒരു ഓർഡറിലാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് വലിയ നമുക്ക് PSC ഒരു മേഖലയിൽ വലിയ കാര്യമായിട്ട് വേണ്ടതല്ല, മറിച്ച് 4ാമത്തെ ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം വാരി വലിച്ചിരുന്ന് നിങ്ങൾ പഠിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അപ്പോൾ ഈ ചാപ്റ്റർ എന്താണ്, ഒരു SCERT സ്റ്റുഡൻറ്റ് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു 9ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന പോലെ ഓരോ വരിയും വായിച്ച് പഠിച്ച് നിങ്ങൾ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം. പ്രത്യേകിച്ച് ഇത്തരം ടേബിളിൽ തരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വാക്യം പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകത്തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എന്ന് പറയുന്ന ഈ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണഗതിയിൽ 10th ലെവൽ എക്സാംസിന് ഇത്തരം പാരഗ്രാഫുകൾ തന്നിട്ട് ആരാണ് ഇത് പറഞ്ഞത് അല്ലെങ്കിൽ ഏത് നേതാവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞത് ആരാണ്, അത് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ പുലരിയിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമാണ് ഇത് മുകളിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ ഒരു ഒന്ന് രണ്ട് തവണ വായിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം ആ സമയമാകുമ്പോൾ ഈ പാതിരാമണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാതിരാത്രി എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഏകദേശം ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്കിതുകൊണ്ട് എന്താണ്, ഒരു യുഗം അവസാനിക്കുന്നു, ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇത് നമുക്ക് അറിയാലോ, അതുകൊണ്ടാണെന്നുള്ള. അപ്പോൾ അത് പറഞ്ഞതാരായിരിക്കും, ജവഹർലാൽ നെഹ്റു ആണ്. അതിവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ വൈദേശിക ഭരണത്തിൻ്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാനിർഭരവും ഉത്തരവാദിത്തപൂർണ്ണമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കുവാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1947 ഓഗസ്റ്റ് 15, ആ ഡേറ്റ് എന്താണെന്ന് അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. അപ്പോൾ എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതിയെ എന്തിനാണ് ഏൽപ്പിച്ചത്, എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ കണ്ടു പോയിട്ടുള്ളതായിരിക്കാം. ഇവിടെ പറയുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ ഒരു പോയിന്റ് പോലും ഇവിടുന്ന് വിട്ടുപോകരുത്. കാരണം ഇവിടുന്ന് അതേപോലെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും, എക്സാമിന് തരും. അപ്പോൾ അത് ഒരു പോയിന്റ് പോലും എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുപോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയുന്ന കാര്യമാണ്, എന്താണ് ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരമായിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടും നീതിരഹിതമായിട്ടാണ് നടപടികൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയുന്ന കാര്യം തന്നെയല്ലേ. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതും നമുക്കറിയുന്ന കേസ് തന്നെയാണ്, നിങ്ങൾക്കെല്ലാം വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത
നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനൊരു ഭരണഘടന വേണം. പണ്ട് രാജാക്കന്മാർ ഭരിച്ച പോലെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഭരിച്ച പോലെ യാതൊരു വ്യവസ്ഥയോ വെള്ളിയാഴ്ചയോ ഇല്ലാതെ ഭരണം പാടില്ല എന്നും കൃത്യമായിട്ടൊരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണം എന്ന ചിന്തയുണ്ട്. ആ ചിന്തയിൽ നിന്നാണ് എന്ത് വരുന്നത്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ജനാധിപത്യ ഭരണക്രമവും, 2 ക്ഷേമരാഷ്ട്ര നിർമ്മാണവുമായിരുന്നു. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ ഏതൊക്കെയായിരുന്നു? ജനാധിപത്യ ഭരണക്രമം, അതായത് ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഇന്ത്യയിലെ ഭരണം ഒന്നാമത്തത്. 2 എന്താണ്? ക്ഷേമരാഷ്ട്ര നിർമ്മാണം. ഓക്കെ, ക്ഷേമരാഷ്ട്ര നിർമ്മാണം. അപ്പോൾ ഈ 2 കാര്യങ്ങളായിരുന്നു ഇത് നമ്മുടെ ജനാധിപത്യ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള 2 വാഗ്ദാനങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. അപ്പോൾ ലക്ഷ്യപ്രമേയത്തെക്കുറിച്ച് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13-ാം തീയതി അല്ലെ 1946 ഡിസംബർ 13-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ലക്ഷ്യപ്രമേയം തന്നെയാണ് പിന്നീട് എന്തായി മാറുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ബോക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ബോക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബോക്സ് കൊടുത്ത കാര്യങ്ങളെല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ, ഓപ്ഷൻസ് കാണുമ്പോൾ ഇതൊരു PSC പരീക്ഷയാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ എഴുതിയ പോലുള്ള പരീക്ഷയാണോ? അല്ല. സ്കൂളിൽ എഴുതുന്ന പോലെ പരീക്ഷയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു. പക്ഷേ PSC പരീക്ഷയാകുമ്പോൾ എന്താണ്, എല്ലാ ഓപ്ഷനിൽ നമുക്ക് നൽകുന്നുണ്ടാവും. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഏകദേശം ഒരു ലോജിക്കൽ ബുദ്ധി, എല്ലായിടത്തും നമ്മൾ എന്താണ് ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. ലോജിക്കലായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് താഴെ തന്നിരിക്കുന്നത് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെടുന്നത് ഏത് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഇത് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അത് ശരിയായൊരു കാര്യമല്ലേ? അത് വായിക്കുമ്പോൾ നമുക്കറിയാലോ എന്താണ്, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അത് നിങ്ങൾക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ കണ്ണും പൂട്ടിയിട്ട് പറയാൻ പറ്റും എന്താണ്, അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. അതുപോലെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് അടിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കാം. എന്താണ് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, അതുപോലെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാവാൻ തയ്യാറായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും എന്ത് ചെയ്യും, അവയ്ക്ക് നൽകപ്പെടും. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. ഇന്ത്യൻ യൂണിയനിൽ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ എന്താണ്? സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. അവയെ കൂടാതെ എന്ത് സംഭവിക്കും? കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള, ആ സംഭവം എനിക്ക് ഇടയ്ക്കിടെ കിട്ടാറില്ല, പക്ഷേ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും എന്ത് ചെയ്യും, അവർക്ക് നൽകപ്പെടും. ഇതൊന്നും എന്താണ് ഒരു 10th ലെവൽ എക്സാംസോ +2 ലെവൽ എക്സാംസോ ഒന്നും എഴുതുന്ന നിങ്ങൾക്ക് അത് വായിച്ച് പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ തന്നെ ചെയ്ത കാര്യമാണ്. അടുത്തത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും എന്ത് ചെയ്യുക, ഉത്ഭവിക്കുക. നമുക്കറിയുന്ന കാര്യമല്ലേ ഇത്. പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. എന്താണ്? സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും എന്ത് ചെയ്യുക, ഉത്ഭവിക്കുക. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. അടുത്തത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ മൗലിക അവകാശങ്ങളിൽപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് ഓരോ നമ്മുടെ ഭരണഘടന പ്രാപിച്ച് രൂപം കൊണ്ട് വരുമ്പോൾ എടുത്തിരിക്കുന്ന സത്യങ്ങൾ ഇത് തന്നെയാണെന്ന് നോക്കൂ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എന്താണ് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതിയും പദവി സമത്വവും അവസര സമത്വവും, അതായത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി. ഒന്നാമത്തെ കാര്യം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി. രണ്ടാമത്തെ എന്താണ്? പദവി സമത്വവും അവസര സമത്വവും. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? നിയമത്തിന് മുന്നിൽ
നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. പിന്നെ ഇതിൽ തന്നെയാണല്ലോ എന്ത് വരുന്നത്, ഇതിൻ്റെ മറുവാക്കായിട്ടാണല്ലോ എന്ത് വരുന്നത്, മൗലിക അവകാശങ്ങളും മൗലിക കടമകളും ഒക്കെ വരുന്നത്. മൗലിക കടമകളും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിലുള്ള അവകാശം, അതുപോലെ ആവിഷ്കാരത്തിനുള്ള അവകാശം, സംസാരിക്കാനുള്ള അവകാശം, കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യപ്രമേയം പ്രിയാമ്പിൾ തന്നെയാണ് ലക്ഷ്യപ്രമേയം തന്നെയാണ് പ്രിയാമ്പിളായി മാറുന്നത്. ഇപ്പോൾ ലക്ഷ്യപ്രമേയത്തെക്കുറിച്ച് SCERT പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 1946 ഡിസംബർ 13 ഓക്കെ, ഇത് അവതരിപ്പിച്ച ഡേറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കാം. അപ്പോൾ 1946 ഡിസംബർ 13 ഈ ഡേറ്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയമാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഭാരതത്തിൻ്റെ ഭരണഘടന സ്റ്റാർട്ട് ചെയ്യുന്നത് ആമുഖത്തിലൂടെയാണ്, നമുക്കറിയാം അല്ലേ? അതെന്താണ്, ഇതിപ്പോൾ നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഈ ഒരു ആമുഖം വായിക്കാൻ എടുത്താൽ അത് വലിയ നഷ്ടമൊന്നുമല്ല. നമ്മളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ ഈ ആമുഖമൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്തോ ഒരു കോട്ട് ഇവരിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് ലാസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തത്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംതൃപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോക്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം. ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ 1949 ഡിസംബർ 26 ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആമുഖം വായിക്കുന്നതോടുകൂടി നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് മനസ്സിലാവേണ്ടത്? ഈ നമ്മൾ നേരത്തെ വായിച്ചിരിക്കുന്ന ലക്ഷ്യപ്രമേയം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആമുഖമായിട്ട് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലക്ഷ്യപ്രമേയം തന്നെയാണ് നമ്മൾ ആമുഖമായി എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യപ്രമേയം തന്നെയാണ് എന്ത് ചെയ്ത് ആമുഖമായിട്ട് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ വരി ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്ന പരമാധികാര, സ്ഥിതിസമത്വം, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അറിയാം, ഈ ഒരു ഭരണഘടന ഉണ്ടാക്കുന്ന സമയങ്ങളിൽ എന്തുണ്ടായിരുന്നില്ല, ഇങ്ങനെ പരമാധികാര, സ്ഥിതിസമത്വം, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അത് 1976 ഭരണഘടനയിൽ 42ാം ഭേദഗതി പ്രകാരം, ഓക്കെ തെറ്റരുത്, 42ാം ഭേദഗതി പ്രകാരം 1976 42nd അമെൻമെൻറ്റ് പ്രകാരം 42ാം അമെൻമെൻറ്റ് പ്രകാരമാണിത്. 42ാം അമെൻമെൻറ്റിലെ ആക്ട് 2 പ്രകാരം, ഓക്കെ ആക്ട് 2 പ്രകാരം, ഇതൊക്കെയാണ് SCERTയിലെ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആക്ട് 2 എന്നാണ് ഞാൻ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആക്ട് 2 പ്രകാരം പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്താണ് ഇത് എന്ത് വരുന്നത്, പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നതൊക്കെ. ആദ്യം ഉണ്ടായിരുന്നത് എന്തായിരുന്നു, നമ്മുടെ പരമാധികാര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു. അതിന് പകരം എന്താക്കി മാറ്റി, പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റി. ഓക്കെ, അതാണ് 1976 42ാമത്തെ അമെൻമെൻറ്റിൽ വരുന്നത്. ഇതിനടുത്തത് ഇവിടെ ഒരു ബോക്സ് ഇട്ട് വെച്ച കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഈ ബോക്സിൽ പറയുന്നത്, ഇതൊന്ന് വായിക്കട്ടെ, ഒരു മിനിറ്റ്. ഇതൊന്ന് വായിച്ച ശേഷം, ഇല്ലെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അപ്പോൾ രണ്ടാമത്തേതാ ഇവിടെ ഈ ഒരു ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അല്ലെ, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. അതെന്താണ്, മേൽപ്പറഞ്ഞ ആക്ട് 2ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ചേർത്താണ് ഇത്, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. ആദ്യം ഉണ്ടായിരുന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്ത് ചേർത്തു, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും കൂടി ചേർത്തു. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കൂടി ചേർത്തു. ഓക്കെ, അതെപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്, 3/1/1977 എന്ത് ചെയ്യുന്നത്, ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, ആക്ട് എത്രയാണ്, 42ാം അമെൻമെൻ്റ് ആണ്. വർഷം 1976 പ്രാബല്യത്തിൽ വരുന്ന തീയതി ജനുവരി 3 1977 ജനുവരി 3 ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആമുഖത്തിൽ കാര്യങ്ങൾ പറയുന്നത്. ആ ഭരണഘടനയുടെ സവിശേഷതകളാണ് അടുത്ത നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട, നമ്മൾ ഇവിടം വരെ ഇവിടെയാണ് നമ്മുടെ ആമുഖം വരെ പഠിച്ചു. അതിനുശേഷം വരുന്നതാണ് ഇത് ഭരണഘടനയുടെ സവിശേഷതകൾ.
അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് എന്ത് ഇന്ത്യൻ ഭരണഘടന. നമുക്കറിയുന്ന പോയിന്റ് ആണ്, PSC ചോദിക്കുന്ന പോയിന്റ് തന്നെയാണ് ഇത്. എന്തൊക്കെയാണത്? ഒന്ന് 1946 ഡിസംബർ 6 ഈ ഭരണഘടനാ രൂപീകരണ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് എന്ന് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതിന്റെ ഫസ്റ്റ് സമ്മേളനം, ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ മാസം 9 ചേർന്നു. അതും PSC ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ എത്ര കാലം എടുത്തിട്ടാണ് ഭരണഘടന തീർത്തത്? 2 വർഷം, അതുപോലെ 11 മാസം, അതുപോലെ 17 ദിവസം. ഓക്കെ, 2 വർഷം 11 മാസം 17 ദിവസം എടുത്തിട്ടാണ്. ഇതിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളത് 2 വർഷം 11 മാസം 2 വർഷം 11 മാസം 18 ദിവസമാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിൽ SCRT ഇപ്പൊ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 2 വർഷം 11 മാസം 17 ദിവസം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1946 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി. നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളായിട്ട് 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് 22 ഭാഗങ്ങളായിട്ട് 395 വകുപ്പുകളും 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഹോംവർക്ക് ആയിട്ട് തരാനുള്ളത്, ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ട്, എത്ര ഷെഡ്യൂൾസ് ഉണ്ട്, എത്ര പാർട്സ് ഉണ്ട് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ ഇപ്പം മുൻപ് ഉണ്ടായിരുന്ന എത്രയാണ്? 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 8 പട്ടികകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇപ്പോൾ നിലവിൽ എത്രയുണ്ട് എന്ന കാര്യം നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ്. രാജ്യത്തിന്റെ വൈവിധ്യവും പരിഗണിച്ചുള്ള വിശദമായിട്ടുള്ള ഉള്ളടക്കം ഇതിലുണ്ട്. ഓക്കെ, 2, പാർലമെന്ററി ജനാധിപത്യമാണ്. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് പാർലമെന്ററി ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അടുത്തത്, ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. എന്താണ് ദൃഢവും അയവുള്ളതുമായ ഘടന എന്ന് പറയുമ്പോൾ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതെന്താ മനസ്സിലായുള്ളൂ? ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് ചെയ്യാൻ ചാൻസ്. എന്താണ് ദൃഢവും അയവുള്ളതും എന്ന് പറഞ്ഞാൽ? അതായത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ നമുക്ക് അതിനെ ഭേദഗതി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചില പ്രത്യേക കാര്യങ്ങളിൽ, ചില പ്രത്യേക ആൾക്കാരുടെ കാര്യങ്ങളിലൊക്കെ ഭേദഗതി ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ, അതായത് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വരുന്ന സമയത്ത് ഒരു സിമ്പിൾ മെജോറിറ്റിക്ക്, ലോക്സഭയിലാവട്ടെ രാജ്യസഭയിലാവട്ടെ ഒരു സിമ്പിൾ മെജോറിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഭേദഗതി അമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സമയങ്ങളിൽ അത് ദൃഢമുള്ളതും ചില സമയങ്ങളിൽ അത് അയവുള്ളതുമായ ഭരണഘടനയാണ്. ഓക്കെ, അത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഓക്കെ, ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അതേ പൗരർ, അതേ ആൾക്കാർ, മീൻസ് അതേ രാഷ്ട്രത്തിലുള്ളവര് രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് എന്ത് പറയുന്നത്? മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതായത് ഇനിയുള്ള കാലത്തോളം, അതായത് ഇന്ന് ഈ ഭരണഘടന ഉണ്ടാക്കുന്ന സമയം മാത്രമല്ല, മുന്നോട്ട് പോകുന്തോറും എങ്ങനെ രാജ്യം ചലിക്കണമെന്ന് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ആൾക്കാർ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. എന്താണ് ദ്വിമണ്ഡല എന്ന് പറഞ്ഞാൽ? 2 മണ്ഡലങ്ങൾ നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് സ്പീഡിൽ ഞാൻ പോകുന്നത്. ലോകസഭയുണ്ട്, നമുക്ക് രാജ്യസഭയുണ്ട് അല്ലെ. അധോസഭയാണ് എന്ത്? ലോകസഭ. ഉപരിസഭയാണ് എന്ത്? രാജ്യസഭ. ലോകസഭ ആരെ പ്രതിനിധാനം ചെയ്യുന്നു? ജനത്തെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് ഇത് ലോകസഭ അല്ലെങ്കിൽ അധോസഭ എന്ന് പറയുന്നത്. ഓക്കെ, ജനത്തെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് ഇത് ലോകസഭ അല്ലെങ്കിൽ അധോസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തക്കായിട്ട് അവർ ഈ ലോകസഭ എടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ടോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ ആവശ്യമുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ മറ്റൊരു സഭയെ കൂടി വെച്ചിരിക്കുന്നു. അതാണ് എന്ത് പറയുന്നത്? രാജ്യസഭ അല്ലെങ്കിൽ ഉപരിസഭ എന്നിങ്ങനെ പറയുന്നത്. എന്നിങ്ങനെയാണ് 2 സഭകൾ ഉള്ളത് എന്ന കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസമാണ്. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. അതിൽ പറയുന്നതാണ്, നമുക്കറിയാം അധികാരം ആർക്കൊക്കെ വീതിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടന പ്രകാരം? കേന്ദ്രത്തിനും നൽകുന്നുണ്ട്, സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലെ. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ എന്തിലുണ്ട്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു അധികാരങ്ങൾ നമ്മുടെ ഭരണഘടന പ്രകാരം സെൻട്രൽ പവേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് പവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ആർക്ക് പക്ഷെ കേന്ദ്രത്തിന് എന്തുണ്ട്? ഒരു മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അതാണ് ശക്തമായ
ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. അതെന്താണ് പറയുന്നത്? അതായത് നമ്മുടെ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കോടതി സംവിധാനമാണ് നമുക്കുള്ളത്. ജുഡീഷ്യറി നമ്മൾ എന്താണ്, വളരെ ഫ്രീ ആണ് അല്ലെ. നമ്മുടെ ഭരണഘടന പ്രകാരം ജുഡീഷ്യറിക്ക് ആരുമായിട്ട് നിയമനിർമ്മാണ സമിതിയായിട്ടോ അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗമായിട്ടോ ഒന്നും തന്നെ എന്തില്ല, കടപ്പാടുകളില്ല. അപ്പൊ നമ്മുടെ ജുഡീഷ്യറി എന്താണ്, നിയമനിർമ്മാണ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ എന്താണ്, സെപ്പറേറ്റ് നിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. അടുത്തത് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. അതായത് ജനാധിപത്യ വ്യവസ്ഥ വിപുലമാക്കാനും അതുപോലെ അർത്ഥപൂർണമാക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റിന് മാത്രമല്ല തീരുമാനമെടുക്കുന്നത്, സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്തുണ്ട്, നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതില്ലാത്തവയിൽ മീൻസ് ഭരണഘടനാ സ്ഥാപനം ഉണ്ടാകുമ്പോൾ ഇല്ലാത്ത മീൻസ് സ്ഥാപനങ്ങൾ, അത്തരത്തിലുള്ള സ്വതന്ത്ര സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള സ്ഥാപനം എന്ത് ചെയ്യും, നമ്മൾ ഭരണഘടനയിൽ തന്നെ എന്ത് ചെയ്ത് പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അടുത്തത് അപ്പൊ നിലവിൽ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളും പട്ടികകളും ഉണ്ട് എന്ന് ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട്. അപ്പൊ എത്രയാന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ ഒന്നും കൂടി ഓർമ്മിച്ച് വെക്കുക. നാളെ തന്നിരിക്കുന്നതിൽ സവിശേഷതകൾ ഏതൊക്കെയെന്ന് SCRTയുടെ മീൻസ് നമ്മുടെ 10th മെയിൻസിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്, പാർലമെന്ററി ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്ന ഭരണഘടനയാണ്, പിന്നെ ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ്, മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, 2 സഭകൾ ലോക്സഭയും രാജ്യസഭയും ഉണ്ട്, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസമാണ്. ഓക്കെ, അതുപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയാണ്, സ്വതന്ത്രമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണുള്ളത്. അപ്പൊ ഇന്ത്യൻ ഫെഡറലിസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരമൊരു ഭരണ ക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് മാത്രം അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതാണോ? അല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ ആർക്കൊക്കെ ഉണ്ട്? കേന്ദ്ര സർക്കാരിനുണ്ട്, അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യമായിട്ടുള്ള ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് ഈ ഫെഡറൽ സംവിധാനം ഒരുപോലെ സഹായിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫെഡറൽ സംവിധാനം എന്തിനാണ് എന്ന് സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഒരു കാരണം പറയുന്നുണ്ട്. ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ അധികാരം പങ്കിടുന്നത് ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഫെഡറൽ സംവിധാനം എന്നാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അടുത്തത് നോക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് എന്ത്, ഫെഡറലിസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക്, നമുക്കറിയാം മുകളിലൊരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, നമുക്ക് കേരളത്തിലൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് അല്ലെ, ഡൽഹിയിലൊരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അങ്ങനെ അധികാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, പങ്കിടുകയാണ് അല്ലെ. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഫെഡറലിസം വഴി അധികാരം പങ്കിടുമ്പോഴും സെൻട്രൽ ഗവൺമെന്റ് എന്തുണ്ട്, ഒരു പ്രത്യേക പവർ ഉണ്ട് എന്ന കാര്യം ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോ അടുത്തത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായിട്ടുള്ള ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. ഓക്കെ, അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതൊക്കെയാണ് നമ്മുടെ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കാണപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കാണപ്പെടുന്ന എന്താണ്, എഴുതപ്പെട്ട ദൃഢമായിട്ടുള്ള ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഫെഡറലിസത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഭരണഘടന, ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കാണപ്പെടുന്ന എന്തൊക്കെയാണ്? ഒന്ന്, എഴുതപ്പെട്ട ദൃഢമായിട്ടുള്ള ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വരെ പഠിച്ചിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ, നമ്മുടെ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്, ആമുഖം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ഇനി ഭരണഘടനയെ കുറിച്ചും കൂടി കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പക്ഷെ നമ്മൾ ഇത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ പാർട്ട് 1 ആണ്. ഈ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്. ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ചാപ്റ്റർ തീരത്തില്ല, നിങ്ങൾ കാണുകയില്ല, അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇതുവരെ പഠിച്ചതിന്റെ PDF-ഉം ഞാൻ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ക്ലാസ് ഉടനെ തന്നെ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചാപ്റ്റർ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ
അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമുള്ളൂ, നിങ്ങൾ മാക്സിമം ഈ ചാപ്റ്റർ എടുത്ത് നോക്കുക. മീൻസ് ചാപ്റ്റർ വായിക്കണം എന്നില്ല, ഞാൻ എല്ലാവരും പറയുന്ന പോലെ വായിച്ചിട്ട് വരണം എന്നില്ല, നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചിട്ട് ഇതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. എന്നാലും നിങ്ങൾക്ക് കാണുന്നതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. ഇത് പുതിയ SCRT ആണ്. ഏതാണ് 9ാം ക്ലാസ്, 7ാം ക്ലാസ്, 5ാം ക്ലാസ് 3 ക്ലാസ്സിലെ പുതിയ SCRT ആണ്. അടുത്ത് തന്നെ 6, 8, 10 വരുന്നുണ്ട്. അത് ഈ വർഷത്തോളം വരും നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും പഴയ SCRT നിങ്ങളെല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. പുതിയ SCRT നമുക്കിങ്ങനെ ഒരുപോലെ തീർത്ത് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ SCRT പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും എന്താണ് നല്ല രീതിയിൽ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോക്ക് മാറ്റം വരുത്തണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ അതുപോലെ മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ ന്യൂ SCRT സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റു ക്ലാസ്സുകളും SCRT നമ്മുടെ 10th മെയിൻസിൻ്റെതും സെക്രട്ടറി എസിൻ്റെയും മറ്റു ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ കാണാം. അപ്പോൾ എന്തായാലും നമുക്കിനി ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലും PDF ഷെയർ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും ബൈ. പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക്